ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പെട്ടെന്നൊരു തക്കാളിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. എൻ്റെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും തുടങ്ങാം. ആദ്യം ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്ന്, പിന്നെ കടുക്, പിന്നെ ചെറിയ ജീരകം, ഇത് മൂന്നും ആദ്യം അതിലിട്ട് നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സവോളയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ സവോളയും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് വെളുത്തുള്ളി വേണ്ടവർക്ക് 1-2 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ വേദക്കുട്ടിക്കൊന്നും വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വേണ്ടവർക്ക് അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് വഴറ്റി വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 പേർക്കുള്ള കണക്കിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സവോള എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ 4 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ തക്കാളി ഇനി വഴണ്ട് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. അപ്പോൾ സവോള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. നമുക്കിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി വേഗം വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിവായെന്ന ചിലപ്പോൾ മക്കളൊന്നും കഴിക്കില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. നമുക്കിവിടെ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുക്കാൻ സൗകര്യമില്ല കേട്ടോ. അതാണ് ഞാൻ കൈ പിടിച്ചെടുക്കണതുകൊണ്ടാണ് കറക്റ്റായിട്ട് അങ്ങനെ കാണാത്തതെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചമുളക് വേണ്ടവർക്ക് ആദ്യം നമ്മൾ സവോളയൊക്കെ വഴറ്റുന്ന ടൈമിൽ ചേർക്കാം. പക്ഷേ ഇവിടെ എല്ലാം കൂടെ ആകുമ്പോൾ എരിവായതുകൊണ്ട് ഞങ്ങൾ അധികം പച്ചമുളക് യൂസ് ചെയ്യാറില്ല. മുളക് പൊടി കുറച്ച് അങ്ങനെയാണ് എടുക്കുക. ഇനി നമുക്ക് കുറച്ചൊരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടതൊന്ന് തിളയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൈസിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തക്കാളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. റൈസിൽ ഉപ്പിട്ട് എടുക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ ഇട്ടൊക്കെ ചിലപ്പോൾ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് റൈസ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് വേവിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് റൈസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിച്ചോറ് റെഡിയായി. കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും വേദൂസിനധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പേരിനൊരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ ഇട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ തക്കാളിച്ചോറ് ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.